ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ നിറഞ്ഞ് വിവര വിസ്ഫോടനം നടത്തുന്ന ലോകമാണ്. അവിടെ എന്ത് കൊള്ളണം എന്ത് തള്ളണം എന്നറിയാതെ വലയുന്നവർ അനേകമാണ്. സത്യ അസത്യങ്ങൾക്കിടയിൽ വഴികാട്ടിയായി ന്യൂസ് മലയാളം ആരംഭിക്കുകയാണ് സത്യം പറയട്ടെ. ഡേവിഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ പുറത്തു വന്നത് 1982 അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നേടിയ ആ സിനിമയ്ക്ക് മുൻപ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ലോകം അറിയുമായിരുന്നില്ലേ? ഇന്ത്യക്കാർക്ക് പോലും കേട്ടുകേൾവി ഇല്ലായിരുന്നോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്: ആർക്കും ഗാന്ധിയെ അറിയുമായിരുന്നില്ല. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ 1982 പുറത്തു വരും വരെ ആരും ഗാന്ധിജിയെ അറിഞ്ഞില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ലോകത്തിനും അതുവരെ അദ്ദേഹത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം. दुनिया में महात्मा गांधी एक बहुत बड़े महान आत्मा थे. क्या इस 75 साल में हमारी जिम्मेवारी नहीं थी क्या कि पूरी दुनिया महात्मा गांधी को जाने? कोई नहीं जानता, मैं आपको नहीं बोलूं. पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई, अच्छा ये क्या कौन है? हमने नहीं किया था. 1869 ജനിച്ച് 1948 അന്തരിച്ച മഹാത്മാഗാന്ധി. അദ്ദേഹം രക്തസാക്ഷിയായി 34 വർഷത്തിനു ശേഷം പുറത്തു വന്നതാണ് ഗാന്ധി എന്ന സിനിമ. അതുവരെ ലോകം ഗാന്ധിജിയെ അറിഞ്ഞത് എങ്ങനെ? തെളിവുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനു മുൻപ് ചില ദൃശ്യങ്ങളിലേക്ക്. Here he is at last, the mystery man of India. Our first glimpse as the Rajputana came alongside at Marseille. And there's a woman of whom you've probably all read but never seen in a picture. Miss Madeline Slade, the English daughter of an admiral, who now prefers to be known as Malara Ben. She's one of Mr. Gandhi's most devout disciples. ഗാന്ധി സിനിമ പുറത്തിറങ്ങുന്നതിന് 51 വർഷം മുമ്പ് 1931 ഗാന്ധിജി ലണ്ടനിലെത്തിയ ദൃശ്യമാണിത്. അന്ന് ഗാന്ധിജിയെ കാണാൻ തടിച്ചുകൂടിയതാണ് ഈ കാണുന്ന ജനക്കൂട്ടം. In town, quite a lot of people had waited in the pouring rain outside the Friends Meeting House on the Euston Road. And then they really did see quite a lot of him. And so to his popular home, where we leave this bizarre little man whose coming has caused so much comment, complete with loincloth, spinning wheel and goat's milk. ഇന്ത്യയെ അടക്കി ഭരിച്ച ലണ്ടനിൽ മാത്രമല്ല, റോമിലും ഗാന്ധിജി പോയ ദൃശ്യങ്ങൾ ലഭ്യമാണ്. മാർപ്പാപ്പയുടെ ആ നാട്ടിൽ ഗാന്ധിജിക്കായി കാത്തുനിന്നത് അന്ന് ആയിരങ്ങളാണ്. കാണാം ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ. ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്തെ ആഗോള പ്രശസ്തി അറിയാൻ ഒരു ദൃശ്യം കൂടി നമുക്ക് നോക്കാം. 1931 സെപ്റ്റംബർ 22 ബ്രിട്ടനിലെ കാനിംഗ് ടൗണിലെ ബക്കൻ റോഡിൽ 10,000ങ്ങളാണ് തടിച്ചുകൂടിയത്. അത് ചരിത്രത്തിലെ സവിശേഷ സന്ദർഭമായിരുന്നു. ഗാന്ധിജി ഉണ്ടെന്നറിഞ്ഞ് അവിടെ കാണാനെത്തിയത് സാക്ഷാൽ ചാർലി ചാപ്ലിൻ. ഗാന്ധിജിയെ കണ്ട ശേഷം തന്റെ ചലച്ചിത്ര സങ്കല്പങ്ങൾ തന്നെ മാറിയെന്ന് ചാർലി ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ എഴുതി. ഗാന്ധിയൻ ദർശനം ഉൾക്കൊണ്ട ശേഷം ചാപ്ലിൻ നിർമ്മിച്ചതാണ് മോഡേൺ ടൈംസ്. ചാപ്ലിന്റെ മാസ്റ്റർ ക്രാഫ്റ്റായി അറിയപ്പെടുന്നതും ആ ചലച്ചിത്രം തന്നെ. ഗാന്ധിജി ആഗോള സമൂഹത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്നറിയാൻ വേറെയുമുണ്ട് അനേകം വിവരങ്ങൾ. ഗാന്ധിജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിദേശികൾ എഴുതിയ പുസ്തകങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. RM ഗ്രേയുടെ മഹാത്മാഗാന്ധി ആൻഡ് എസ്സേ ഇൻ അപ്രീസിയേഷൻ വരുന്നത് കൃത്യം 100 വർഷം മുൻപാണ്.
1924 അസോസിയേഷൻ പ്രസ്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. മഹാത്മാഗാന്ധി ദി മാൻ ഹു ബിക്കെയിം വൺ വിത്ത് എ യൂണിവേഴ്സൽ ബീയിങ് അതേ വർഷം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. എഴുതിയത് റോമൻ റോളണ്ട്. ആ സിനിമ വരുന്നതിന് അരനൂറ്റാണ്ട് മുൻപ് തന്നെ ഗാന്ധിജിയെ ലെനിനുമായി വിമർശനാത്മകമായി തുലനം ചെയ്യുന്ന ഒരു പുസ്തകം വന്നിരുന്നു. ലെനിൻ ആൻഡ് ഗാന്ധി എന്ന റെനെ ഫുലോവ് മില്ലറുടെ പുസ്തകം. അത് വർഷം 1930. പ്രസിദ്ധീകരിച്ചത് ലണ്ടനിൽ നിന്ന്. അതേ വർഷം ലണ്ടനിലെ ജോർജ് അലൻ ആൻഡ് അൺവിൻ ലിമിറ്റഡ് ഇറക്കിയ പുസ്തകമാണ് മഹാത്മാഗാന്ധി ഹിസ് ഓൺ സ്റ്റോറി. എഡിറ്റ് ചെയ്തത് CF ആൻഡ്രൂസ്. ജോണി എസ് ഹോളണ്ടിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ദ ക്രോസ് മൂവ്സ് ഈസ്റ്റ് എന്ന ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ളത് വന്നത് 1931. റോബർട്ട് ബർണൈക്ക് നേക്കഡ് ഫക്കീർ എന്ന പുസ്തകം 1932 തന്നെ പുറത്തിറങ്ങി. MA ബുഷിന്റെ ഗാന്ധി ആൻഡ് ഹിസ് സ്കൂൾ വന്നത് 1939. ലൂയി ഫിഷറിന്റെ എ വീക്ക് വിത്ത് ഗാന്ധി 1943. ഫിഷറിന്റെ തന്നെ ഐ ലിവ്ഡ് വിത്ത് ഗാന്ധി 1948. മേരി ബാറിന്റെ ബാപ്പു ഇറങ്ങിയത് 1949. കോൾ ഹീത്തിന്റെ ഗാന്ധി 1944. മുറിയൽ ലെസ്റ്ററിന്റെ ഗാന്ധി വേൾഡ് സിറ്റിസൺ 1945. ഡൊറോത്തി ഹോഗിന്റെ ദി മോറൽ ചലഞ്ച് ഓഫ് ഗാന്ധി 1946. SK ജോർജിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് ഗാന്ധീസ് ചലഞ്ച് ടു ക്രിസ്ത്യാനിറ്റി. അത് വന്നതാകട്ടെ 1947. പോരെങ്കിലിതാ ഗാന്ധി ഈസ് ഇന്ത്യ, JS ബ്രൈറ്റിന്റെ 1947 വിഖ്യാത പുസ്തകം. രവീന്ദ്രനാഥ് ടാഗോർ, JB കൃപലാനി, KM മുൻഷി, TK ദത്ത, മഹാദേവ് ദേശായി, ശ്രീമൻ നാരായൺ ഇങ്ങനെയുള്ള ഇന്ത്യക്കാർ എഴുതിയ അനേകം പുസ്തകങ്ങളും ഈ കാലത്താണ് പുറത്തു വന്നത്. മഹാത്മാഗാന്ധിയെ ആൻഡ് ഇസം എന്ന പേരിൽ EMS എഴുതിയ ഇംഗ്ലീഷ് പുസ്തകം വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് വർഷം 1959. ഗാന്ധിജിയെ കുറിച്ച് ആകെ എഴുതിയിട്ടുള്ളത് 2345 പുസ്തകങ്ങളാണ്. അതിലേറെയും വിദേശ എഴുത്തുകാരുടേത്. പുസ്തകങ്ങൾ മാത്രമല്ല, ആറ്റൻബറോ സിനിമയ്ക്ക് മുൻപ് നിരവധി സിനിമകൾ വേറെയും ഉണ്ടായി. മഹാത്മാഗാന്ധി 20th സെഞ്ചുറി പ്രോഫിറ്റ് എന്ന ഡോക്യുമെന്ററി പുറത്തു വന്നത് 1953. On Friday, the 30th of January, 1948, the flag of the United Nations stood at half-mast. For in India, Mahatma Gandhi was dead, assassinated. The United Nations representatives assembled to honor a man, not an official head of a state, not a general or a king, but a simple man who, without army, riches, physical magnificence, or worldly brilliance, has been called the most powerful man of the 20th century. മഹാത്മാഗാന്ധി തന്നെ എഴുതിയ നിരവധി പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. അതിന്റെ ഇംഗ്ലീഷ് എഡിഷൻ മാത്രം വിറ്റുപോയത് 58 ലക്ഷം കോപ്പികളാണ്. മലയാളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ലോകത്തെ മിക്ക ഭാഷകളിലും ആ പുസ്തകം ഇറങ്ങി. അങ്ങനെ വിറ്റുപോയ പകർപ്പുകളുടെ എണ്ണം കൃത്യമായി പറയാൻ ഇതുവരെ ഒരു ഗവേഷകർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പറയുന്നു, 96 വർഷം മുൻപ് പുറത്തിറങ്ങിയ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ പകർപ്പുകളുടെ എണ്ണം മാത്രം മതി ഗാന്ധിജിയുടെ പഴയകാല പ്രശസ്തി അറിയാൻ.